ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ്. ബാഗ് എങ്ങനെയാണ് പാക്ക് ചെയ്യണത്, അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കണതെന്നാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ മോളുടെ ബാഗ് എന്ന് പറയുന്നത് പഴയ ബാഗ് തന്നെയാണ്. മോൻ്റെ ബാഗും പഴയതാണ്. നമ്മൾ പുതിയതായിട്ടൊന്നും പിള്ളേർക്ക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ബാഗ് വാങ്ങിച്ചിട്ടില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ബാഗൊക്കെ വാങ്ങിച്ചോ പുതിയതായിട്ട്? എങ്ങനെയാണ്, സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിക്ക കുട്ടികൾക്കും വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇഷ്ടം, ടി വി ഒക്കെ കണ്ടിരിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ മോൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. മോനാണ് ഇച്ചിരി മടിയുള്ളൂ കേട്ടോ സ്കൂളിൽ പോകാൻ. അപ്പോൾ ഇതാ നമ്മുടെ യൂണിക്കോണിൻ്റെ ഒരു കീ ചെയിനാണ് ഇടുന്നത്. അതിന് ശേഷം വേറൊരു കീ ചെയിൻ എന്ന് പറയുന്നത് നമ്മളിത് മൂന്നാർ പോയപ്പോൾ മേടിച്ചതാണ്. ഈ ഫോട്ടോ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട് അവർ വെക്കുന്നൊരു കീ ചെയിനാണ് കേട്ടോ. അവർ സെറ്റ് ചെയ്ത് തന്നതാണ്. 100 രൂപയായിരുന്നു. അങ്ങനെ ബാഗൊക്കെ അത്രയുമാണ് സെറ്റ് ചെയ്തത്. ബാഗിനകത്ത് വെക്കണത് ഇനിയിപ്പം പൗച്ചാണ്. പൗച്ചിൽ ഇവിടെ വെക്കണത് 2 പെൻസിലും അതുപോലെ തന്നെ പേനയാണ്. 6ാം ക്ലാസ്സിലാണല്ലോ ഇവളിപ്പം. അപ്പോൾ പിന്നെ പേനയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്രയും ഹൈലൈറ്റേഴ്സ് കൊണ്ടുകൊണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷമാണ് ഇവൾക്ക് ഹൈലൈറ്റേഴ്സ് കിട്ടിയത് കേട്ടോ. അതിനുശേഷം എപ്പോഴും ഇവളുടെ പൗച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു ബാൻഡും കൂടെ വെച്ചിട്ടുണ്ട് മുടിയിലിടാനൊക്കെ ഉള്ള. പിന്നെ നമുക്ക് ഇതാ ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് സാധാ ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 പെൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാ നോർമൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഇവളുടെ കുട പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കുട വാങ്ങിച്ചിട്ടുണ്ട് പുതിയത്. പിന്നെ ഇപ്പം ടെക്സ്റ്റും നോട്ടാണ്. എല്ലാ ടെക്സ്റ്റും നോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമ്മൾ ഈ ഒരു ബാഗ് പാക്കിംഗ് സെക്ഷൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ എല്ലാം ഒന്ന് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ചൊക്കെയാണല്ലോ ബുക്സൊക്കെ കൊണ്ടുപോകണേ. അപ്പോൾ ഇവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകവും ടെക്സ്റ്റൊക്കെ കിട്ടിയ അതേ ടൈമിൽ തന്നെ പൊതിയണം. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ പൊതിഞ്ഞാലേ സമാധാനമുള്ളൂ. അപ്പോൾ ആൾ തന്നെ പൊതിഞ്ഞോളൂ കേട്ടോ. ചെറിയ ആളുടെയും മോൾ തന്നെ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങനെ കൊടുത്ത് വിടാറുണ്ട്. കാരണം ഈ വെള്ളമൊക്കെ വീണിട്ടേ ഇങ്ങനെ നനയുണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ മോളുടെ കഴിഞ്ഞു. മോൻ്റെ ആണെങ്കിലും പഴയ ബാഗാണ്. അത് നല്ലപോലെ നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്കും നമ്മളധികം സാധനങ്ങളൊന്നും മോനങ്ങനെ കൊണ്ടുപോകാറില്ല. മോനും ഇതേപോലെ തന്നെ ഒരു കീ ചെയിനാണ്. ഇത് മൂന്നാറിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരണതാണ് 100 രൂപയ്ക്ക്. അങ്ങനെ ആ ഒരു കീ ചെയിൻ മാത്രമാണ് അവൻ ഇടണത്. യൂണിക്കോണിൻ്റെ കീ ചെയിൻ അവനുണ്ട്, പക്ഷേ അവനങ്ങനെ ഗേൾസാണ് യൂണിക്കോൺ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ ബാഗ് റുട്ടീനും എല്ലാം കഴിയണം. ഇപ്പോൾ എന്ന് വെച്ചാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ പോവുകയാണല്ലോ മക്കൾ. അപ്പോൾ ഇത് ബോക്സും ഇതുപോലെ തന്നെ പഴയതാണ് ഇവന്. അപ്പോൾ 2-3 പെൻസിൽ എക്സ്ട്രാ വെക്കും. അതായത് പുള്ളിക്കാരൻ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോണത്. പിന്നെ ഇറേസർ, കട്ടർ അതൊക്കെ വെച്ചു. സ്കെയിലും വെച്ചു. ഇതൊക്കെയാണ് മോന് ആവശ്യമായിട്ടുള്ളൂ. മോൻ 2ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും അവനങ്ങനെ കൊണ്ടുപോകലില്ല. അതുപോലെ ഫാൻസി ആയിട്ടുള്ള പെൻസിലുകൾ ഒത്തിരി നമ്മളങ്ങനെ കൊടുത്ത് വിടുന്നുമില്ല കേട്ടോ. കാരണം വേറെ മക്കളൊക്കെ ചിലപ്പോൾ ഫാൻസി കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു അടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇറേസറാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ് ഇവർക്ക്. അങ്ങനെ വാവയുടെ ബോക്സിൽ അത്രയേ ഉള്ളൂ സാധനങ്ങൾ. അങ്ങനെ പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ട്. അത് നമുക്ക് അവർക്ക് ചോറ് സ്കൂളിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് കൊണ്ടുപോകലില്ല കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ്. മുന്നേ ഇതിൻ്റെ ഒരു വലുത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മോളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടിപ്പോയി. അത് കാരണം കൊണ്ട് അത് ഭയങ്കര സ്മൂത്താണ്. പിന്നെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ല ലോക്കൊക്കെ ഉണ്ട്. അതുപോലെ ടൈം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വെള്ളം കുടിക്കാനൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പേർക്കും ഈ ഒരു മോഡലിലുള്ള സെയിം ആയിട്ടുള്ള തന്നെ ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ കുടയാണ്. കുട ഇവന് ബിയോണുവിന് റെയിൻബോ കളറുള്ള കുടയാണ് മേടിച്ചേക്കുന്നത്. മോൾക്ക് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ബ്ലാക്കാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇവരുടെ ബാഗിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ബിയോണുവിൻ്റെയും നോട്ടും ടെക്സ്റ്റൊക്കെ പൊതിഞ്ഞുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും ഒത്തിരി സന്തോഷം ഉണ്ടാവട്ടെ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം.